ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പാർട്ടീഷനാണ്. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു പ്രൈവസി ഇല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു റൂം ഡിവൈഡർ വെക്കാം എന്നുള്ളൊരു ഐഡിയ വന്നു. ഓൺലൈനിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഐക്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിവൈഡർ കിട്ടിയത്. എന്തായാലും ഇത് കറക്റ്റ് അളവുമായിരുന്നു. അതിവിടെ സെറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് ക്യൂരിയോസും ബുക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് ഞാനത് ഡെക്കോർ ചെയ്തു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഷൂറാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കീ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ റീഗൻ്റെ അമ്മ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്താട്ടോ ഈ സ്റ്റാച്ചു. ഞാനും വിംചേട്ടനും മിയാക്കുട്ടി നിഹാനുമാണ്. ദാ ഈ ഫോട്ടോ പോലെ തന്നെയാണ് ആ സ്റ്റാച്ചു. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമ്മൾ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മിനിമലിസ്റ്റായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ എല്ലാ ഏരിയയും ഞാൻ ഡെക്കോർ ചെയ്തത്. ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. അതിന് തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ ഡൈനിങ് ടേബിളും സോഫയൊക്കെ നമ്മളുടെ നേരത്തെ ഹോം ടൂർ കണ്ടവർക്ക് അറിയായിരിക്കും. ഇതിനൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. അത് കാരണം നമുക്കതെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഇവിടെയും സെറ്റ് ചെയ്യാൻ പറ്റി. ഇനി ലിവിങ് ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് നമ്മുടെ സെൻട്രൽ ടേബിളും അവിടെ ഒരു പ്ലാന്റൊക്കെ വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഒരു 5 സീറ്റർ സോഫ സെറ്റാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ അച്ഛയുടെ ഫോട്ടോയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ നിഹാൻ കുഞ്ഞായിരുന്നപ്പോഴത്തെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് ഗ്രീനറിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മളുടെ അക്വേറിയം വിംചേട്ടൻ സീഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്ത കേട്ടോ. 2 ദിവസമേ ആയിട്ടുള്ളൂ ഇതൊന്ന് റെഡിയായി കിട്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇത് നമ്മളുടെ TV യൂണിറ്റ്. അതിൻ്റെ മുകളിലും ഞാനൊരു 2 സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലെസ്സിങ്സും ഗ്രേസും എന്നുള്ള 2 ഫോട്ടോ ഫ്രെയിമാണ് വെച്ചേക്കുന്നത്. ബൈബിൾ വേർഡ്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡിൽ എനിക്ക് അത് തന്നെ ധാരാളം തോന്നി. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള പോലെ തോന്നിയാണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വെച്ചില്ല. പിന്നെ ഇതിൻ്റെ താഴെ ചെറിയ 2 ബാസ്ക്കറ്റ്സ് ഉണ്ട്, കുഞ്ഞു ബാസ്ക്കറ്റ്സ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട ചാർജേഴ്സും നമ്മുടെ റിമോട്ടും ഒക്കെ വെക്കുന്നതാണ്. പിന്നെ ഇത് നിഹാങ്കൂട്ടൻ്റെ ഫൗണ്ടനാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ അവന് ഏറ്റവും ആവശ്യപ്പെട്ടൊരു സാധനമാണ് എനിക്കൊരു ഫൗണ്ടൻ വേണമെന്ന്. അപ്പോൾ അവിടെ ഒരു ഫൗണ്ടനും കൊടുത്തു. പിന്നെ ഇത് നമ്മളുടെ ബാൽക്കണിയാണ് കേട്ടോ. നമുക്ക് ഈ വീടിന് 3 ബാൽക്കണിയാണുള്ളത്. അപ്പോൾ ഇത് മെയിൻ ലിവിങ് റൂമിൻ്റെ അവിടുത്തെ ബാൽക്കണിയാണ്. നല്ല വ്യൂ ആട്ടോ. രാത്രിയിലെ വ്യൂ ആണെങ്കിലും അടിപൊളിയാണ്. പകലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ വന്നിരുന്ന് ചായ കുടിക്കാനും ഒക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന സ്റ്റാൻഡില്ലേ, അവിടെ ഞാൻ 2 ചെടി വെക്കാമെന്ന് വിചാരിച്ച് ഫിറ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷേ നല്ല കാറ്റായതുകൊണ്ട് ചെടി മറിഞ്ഞ് താഴെ പോകും. പിന്നെ ഒരു ചെടിയുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് വ്യൂവും കിടിലൻ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള നൈറ്റ് വ്യൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലിവിങ് സ്പേസ്. ബാൽക്കണിയുടെ അവിടെ നിന്ന് നോക്കിയാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ഡിവിഷൻ്റെ അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതലും ബുക്സും കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ ഫോട്ടോ, നമ്മുടെ ഓർവിക്കുട്ടനും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. ഇവിടെ പ്രെയർ ഏരിയയുടെ തൊട്ട് മുന്നിലായിട്ട് ഞാനൊരു ഓട്ടോമൻ ചെയർ കൊടുത്തിട്ടുണ്ട്. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇരിക്കാൻ. അത് ഭയങ്കര ക്യൂട്ട് ചെയറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ലിവിങ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കോറിഡോർ പോലെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു കൺസോൾ ടേബിളും അതിൻ്റെ മുകളിൽ മറ്റേ ഫ്ലാറ്റിൽ തലകുത്തനെ ഇരുന്ന മിററിനെ ഞാൻ ഇവിടെ എടുത്ത് നേരെ വെച്ച് സെറ്റ് ചെയ്തു. എനിക്കത് നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഇവിടെ ഒരു ടിഷ്യൂ ബോക്സും കുറച്ച് ഗ്രീനറിക്ക് വേണ്ടിയിട്ട് മണി പ്ലാന്റും ഒക്കെ വെച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പൗഡർ റൂമാണ്, ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള വാഷ്റൂം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ടെമൂന്ന് വാങ്ങിച്ച വൈപ്പർ ഞാൻ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഒരു ഹോൾഡറാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുമ്പോഴത്തേക്കും ഇത് നമ്മളുടെ സ്റ്റോർ റൂമാട്ടോ. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു കാര്യം ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാര്യം നമുക്ക് ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. നിഹാങ്കുട്ടൻ്റെ ടോയ്സും കാര്യങ്ങളും ഷൂസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ മാസ്റ്റർ റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് ഒരുപാട് വലിയ കബോർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഇൻബിൽറ്റ് ആയിട്ട് തന്നെ. ഇതുപോലെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മളുടെ ബെഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ 2 സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫെയ്ത്ത് ലവ് എന്ന് പറയുന്ന 2 എന്താ പറയുക ഫോട്ടോ ഫ്രെയിംസാണ് ഞാൻ കൊടുത്തത്. അതിൻ്റെ താഴെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ റീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ രാത്രി ഇരുന്ന് ബുക്സൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തെമൂന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അങ്ങനെ അതും ഞാൻ ഫിറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. റീചാർജബിളും ആണ് കേട്ടോ, നമുക്കത് ഊരിയെടുത്ത് റീചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റോറേജ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടിയാണ് കേട്ടോ. ഒരുപാട് യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ്. അത് ഞാൻ ഡേ ടു ഡേന്ന് വാങ്ങിയതാണ്. നമ്മളിവിടെയും ഒരു വാർഡ്രോബ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അയൺ ചെയ്തുകൊണ്ട് വരുന്ന ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ ദാ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അവിടെയാണ് നമ്മൾ ട്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആട്ടോ, നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള നല്ലൊരു ഫ്ലാറ്റാണത്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. ഇതെൻ്റെ ലൂമാലോറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിരിക്കുകയാണ്. ലൂമാലോറിൻ്റെ ഒരു ഇൻസ്റ്റാ പേജാണ്, അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറീസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ യു എയിലുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കുക, ലൂമാലോർ. അപ്പോൾ ഇത് നമ്മളുടെ ഡ്രസ്സിങ് ഏരിയ. 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇത് ഒരു വാഷ്റൂമാണ്. അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ തെമൂന്ന് വാങ്ങിച്ച ബ്രഷിൻ്റെ സ്റ്റാൻഡ് ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളെ കാണിച്ചു തരാമെന്നോ, അങ്ങനെ ഹാൻഡ് ടവലും ഒക്കെ. ഇതാണ് നമ്മളുടെ കിഡ്സ് റൂം. നമ്മളുടെ നിഹാൻ്റെയും നിയയുടെയും റൂമാണ്. കയറി വരുമ്പോൾ തന്നെ ഞാൻ അവരുടെ സോഫ്റ്റ് ടോയ്സൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് നിയ കുട്ടിയുടെ സ്റ്റഡി ഏരിയയാണ്. നിയയുടെ എന്തോ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. നിയയ്ക്ക് ജൂഡോയ്ക്ക് കിട്ടിയ മെഡൽസൊക്കെ ഹാങ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. പിന്നെ നിഹാൻ്റെ കുറച്ച് ലെഗോ ഐറ്റംസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഫുൾ ഗ്ലാസ് ഇട്ട ഒരു റൂമാണ്. സൈഡ് മൊത്തം ഗ്ലാസ്സാണ്. 2 പേർക്കും വേണ്ടി ഇത്തവണ ഒരു ബങ്ക് ബെഡാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഒരുപാട് സ്പേസ് എടുക്കാണ്ട് തന്നെ നമുക്ക് ആ റൂമിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു അടിപൊളി ഐറ്റമായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ഷെൽഫ് പോലെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ബുക്സും അവർക്ക് ടോയ്സും അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇവരുടെ ബാൽക്കണിയിലാണ് നമ്മൾ ഡ്രൈയിങ് സ്റ്റാൻഡെല്ലാം വെച്ചേക്കുന്നത്. അതൊരു ഇച്ചിരി വലിയ ബാൽക്കണിയാണ്. അപ്പം അവിടെ നമ്മുടെ മോപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ തുണിയെല്ലാം അവിടെയാണ് ഉണക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ റൂം. ഇവിടെയും ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊന്നും ടബില്ല. അത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ആയിട്ടാണ്. അത് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിടാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഏരിയയിലേക്ക് പോവാം, നമ്മുടെ കിച്ചൺ. അപ്പം ഇത് എൻ്റെ സ്വന്തം ഏരിയ. അപ്പോൾ ഇത് കിച്ചൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഹൈ ചെയറാണ് അതിന് കൂടെ വരുന്നത്, സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ടിഷ്യൂവും അങ്ങനെ കപ്പ് സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡിഷെല്ലാം കഴുകി വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളും, ഓവൻ, പിന്നെ എന്താ തെമൂന്ന് വാങ്ങിച്ച സ്റ്റാൻഡ് നിഹാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ടീയും ഷുഗറും അങ്ങനെയൊക്കെ, താഴെ സ്പൈസസ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മളുടെ കുക്കിംഗ് റേഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കിച്ചണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കബോർഡ്സ് ഒക്കെ വളരെ കുറവായിരുന്നു, ഒരു സൈഡിൽ മാത്രമേ. ആദ്യം നമ്മൾ കബോർഡ്സ് ചെയ്യിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ അവർ ഡ്രിൽ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല കിച്ചണിൽ. അതായത് നമ്മുടെ ടൈൽ വരുന്ന ഒന്നും അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഡ്രിൽ ചെയ്യാൻ. അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് ഇതുപോലെ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിലുമൊക്കെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കീപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ ഇതുപോലെ സ്റ്റാൻഡ് ഇടുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റി. ഇത് നമ്മൾ ടെമൂന്ന് വാങ്ങിച്ച സ്റ്റാൻഡും നമ്മളുടെ മറ്റേ ടവലൊക്കെ ആട്ടോ, അത് ഞാനിവിടെ ഹാങ് ചെയ്തിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഫ്ലാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.